ഒരു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവർ പറഞ്ഞ പരാതി, സാറേ എല്ലാവരും വന്നിട്ട് പോന്നു, ആരും ഒന്നും ചെയ്യുന്നില്ല. ഇതുപോലെ ഒരുപാട് പേര് വന്നായിരുന്നു, സ്കൂളിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഇതുപോലെ ഒത്തിരി പേര് വന്നു. അപ്പം വീട് വെച്ച് തരാന്നാ പറഞ്ഞത്. അപ്പൊ ഇതായിട്ട് ഒന്നും ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല. സന്തോഷമായോ? ഞങ്ങളിപ്പോ വല്ലാത്തൊരവസ്ഥയില്ല, എന്തോ ചെയ്യണ്ടേന്ന് തന്നെ അറിയത്തില്ല. ഇപ്പൊ തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും അടുത്തടുത്ത പാമ്പുകളാ വരുന്നത്. പലതരത്തിലുള്ള പാമ്പുകളാ ഇപ്പൊ ഓരോ ദിവസം കാണുന്നത്. ഇപ്പൊ തന്നെ 7 പാമ്പിനെ എങ്ങാണ്ട് വരയ്ക്കാത്തുനിന്ന് തന്നെ കണ്ട്. എന്റെ അനിയത്തിയും കടിക്കണ്ടായിരുന്നു, എന്നെയും പാമ്പ് കടിച്ച് ഞാൻ ചികിത്സയിലായിരുന്നു. ഇവിടെ ഫുള്ളും വങ്ക. ഇപ്പൊ ഇവിടെ കുഴിച്ചാൽ തന്നെ ഒരിടത്ത് കുഴിച്ചാൽ തന്നെ അതിന്റെ അപ്പുറത്ത് വങ്ക, അങ്ങനെ വങ്കോടെ വങ്കാണ്. എന്തോ ചെയ്യണ്ടേ ഞങ്ങൾ അറിയത്തില്ല. ഞങ്ങൾ 3 പേരും ഇപ്പൊ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഇരിക്കും, അച്ഛനും അനിയത്തിയും ഞങ്ങൾ 4 പേരും കൊച്ചൊരു കുടുംബമുള്ളു. ഇപ്പൊ അമ്മ ജോലിക്കൊക്കെയാണ് പോയിരിക്കുന്നത്. കടവും അങ്ങനെ ഒത്തിരി ബാധ്യതയുള്ളതുകൊണ്ട് പൈസ അടയ്ക്കാനും അങ്ങനെ, അതുകൊണ്ട് അവിടെ പോയി നിൽക്കുന്നത്. ഇതുപോലെ ഒരുപാട് പേര് വന്നായിരുന്നു, സ്കൂളിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഇതുപോലെ ഒത്തിരി പേര് വന്നു. അപ്പം വീട് വെച്ച് തരാന്നാ പറഞ്ഞത്. അപ്പൊ ഇതായിട്ട് ഒന്നും ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല. അറിയാമല്ലോ, കഴിഞ്ഞ ദിവസം വന്നതല്ലേ? അല്ലാതെ കണ്ടിട്ടുണ്ടോ സ്കൂളിൽ വെച്ച്? ഒരു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവർ പറഞ്ഞ പരാതി, സാറേ എല്ലാവരും വന്നിട്ട് പോന്നു, ആരും ഒന്നും ചെയ്യുന്നില്ല, വന്ന് കണ്ടിട്ട് പോകുന്നേ ഉള്ളെന്നാണ് അവരുടെ പരാതി ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛന്മാർ വന്നത് ബാക്കി അവർ പറയും. ഒരു കഴിഞ്ഞ ദിവസം വന്ന് കണ്ടിട്ട് പോയി, ബാക്കി കാര്യങ്ങൾ അച്ഛൻ തന്നെ പറയും. ഞാനും അറമ്പാച്ചനും സുബനച്ഛനും എല്ലാം കൂടെ വന്നായിരുന്നു. അതിൻ്റെ കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു താമസിക്കാൻ വീടില്ല എന്നുള്ള വീടുണ്ട്, പക്ഷേ അത് താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് അറിഞ്ഞായിരുന്നു ഇവിടെ പാമ്പിൻ്റെ ഒത്തിരി ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളെ പാമ്പ് കടിച്ചു. നിങ്ങൾ 2 പേരും ഞങ്ങളുടെ സ്കൂളിലാണ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീട് ഏറ്റവും ഭംഗിയാക്കി തരാൻ വേണ്ടി ആശ്രമം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് താമസം ഒരുക്കത്തക്ക രീതിയിൽ ഭയമില്ലാതെ താമസിക്കാനുള്ള ഒരു ക്രമീകരണം അത് മൗണ്ട് താബോർ ആശ്രമം അത് ചെയ്തു തരും. സന്തോഷമായോ? പിന്നെ റിസൾട്ട് വരത്തില്ലേ? ഇന്ന് വൈകിട്ട് റിസൾട്ട് വരും. അപ്പൊ എന്തുവാ പേടിയുണ്ടോ റിസൾട്ട് വരുന്നതിന്? അപ്പോൾ എല്ലാവരും വന്നിട്ട് പോയതുപോലല്ല, ഒരു ഉത്തരവാദിത്വമായിട്ടാണ് വന്നിട്ട് പോയത്. അപ്പോഴൊന്നും പറയാതെ പോയെങ്കിലും പിന്നീട് ഒരു കൂടിയാലോചിച്ചിട്ടാണ് തീരുമാനം അറിയിക്കാൻ അവർ വന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കത്തക്കുള്ള സംവിധാനം അച്ഛനും അവർ ധൈര്യം ഉണ്ടാക്കിത്തരും കേട്ടോ. എത്ര പാമ്പ് വരെ ഉണ്ടായ? 7 പാമ്പ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇവിടെ താമസിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ താമസിക്കും. അപ്പൊ ഒരു 2 മാസം കൊണ്ട് തരത്തക്ക രീതിയിൽ ഭംഗിയായിരിക്കും. പിന്നെ മഴയുടെ ഒരു ഇത് വരുവാണെങ്കിൽ, ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഇച്ചിരി താമസിക്കും കേട്ടോ. അതിന് നിങ്ങൾ ഇങ്ങോട്ട് വണ്ടി കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വലിയ വണ്ടിയൊന്നും ചെറിയ ഇവിടെ കട്ടിലുണ്ടായിരുന്നു, മേളിന്ന് പാമ്പ് വലിയ കൂടെ വീഴുന്നത്. പെട്ടെന്ന് ഞാൻ എല്ലാത്തിനും എടുത്ത് എറിഞ്ഞിട്ട് മാറുമായിരുന്നു എളുപ്പം. ഇവിടെ അലമാരി ഉണ്ടായിരുന്നു, അലമാരി അടിയിലോട്ടായിരുന്നു പെട്ട പാടെ അതിനെ കാണുന്നില്ല. ആശുപത്രി കൊണ്ടുവന്നിട്ട് വണ്ടി വിളിച്ചാൽ വണ്ടി വരുന്നില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. ഇവിടെ നിന്ന് എടുത്തോണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ആശുപത്രിയിൽ വരുന്ന സമയത്ത് തന്നെ മഴ പെയ്ത് ചീറ്റും ഇതെല്ലാം അടിച്ച്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നല്ലോ. ഇന്നലെ മഴയായിരുന്നു, ഇന്നലെ ഭയങ്കര കാറ്റ് വീശായിരുന്നു. ഞങ്ങള് പിന്നെ ഇങ്ങോട്ട് വരാത്തോണ്ട് അപ്പുറത്തിരിക്കുവായിരുന്നു. ഇതിനകത്തെല്ലാം വങ്ക. അതാ അച്ഛനും അമ്മ ഇതിനകത്ത് കിടക്കുന്നുണ്ടോ? അതോ ആരും ഇല്ല? ക്ലാമ്പ് ഇട്ടിട്ടില്ല. പല വിജയാശംസകളും.